ഹേ ഗായ്സ്, അപ്പം മനസ്സിലായി കാണുമല്ലോ, നമ്മളിന്ന് പോകുന്നത് ഒരു ലോകാത്ഭുതം തേടിയാണ്. മറ്റൊന്നുമല്ല, ചൈനയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദി ഗ്രേറ്റ് വോൾ ഓഫ് ചൈന. അപ്പം കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ബീജിങ്ങിലുണ്ട്. ബീജിങ്ങിൽ നിന്ന് സിറ്റി സെൻറ്ററിൽ നിന്ന് വളരെ ദൂരെയാണ് ഈ ഗ്രേറ്റ് വോളൊക്കെ. അപ്പം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 80 to 90 കിലോമീറ്റേഴ്സ് നമുക്ക് ഡ്രൈവ് ചെയ്യണം ഗ്രേറ്റ് വോൾ കാണണമെങ്കിൽ. അപ്പോൾ ഞാൻ സിറ്റിയിൽ നിന്ന് നേരെ ടാക്സി ഒക്കെ എടുത്തിട്ട് രാവിലെ തന്നെ ഇറങ്ങിയ യാത്രയാണ് ഗ്രേറ്റ് വോൾ ലക്ഷ്യമാക്കി. നമ്മളിന്ന് പോകുന്നത് എക്സാക്ട്ലി പറയുവാണെങ്കിൽ ബാഡ്ലിംഗ് എന്ന് പറയുന്നുള്ളൊരു പ്രവിശ്യയിലേക്കാണ്. അതായത് ഗ്രേറ്റ് വോൾ പല സ്ഥലങ്ങളിലുണ്ട്. അപ്പം നമ്മുടെ ബീജിങ്ങിൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള ഒരു 50 മൈൽസിന് റേഡിയസിനകത്തുള്ള ഒരു സെക്ഷനാണ് ബാഡ്ലിംഗ് എന്ന് പറയുന്നത്. ആ ബാഡ്ലിംഗ് ഏരിയയിലെ ഗ്രേറ്റ് വോൾ കാണാൻ വേണ്ടിയാണ്. അപ്പം ഞാനവിടെ രാവിലെ 9 മണിയായപ്പോഴെത്തി. ഇതൊരു വലിയ യാത്രയാണ്, കാരണം ഈ ഗ്രേറ്റ് വോൾ അങ്ങ് നീണ്ട് കിടക്കുകയാണ്. അപ്പം എനിക്ക് എൻ്റെ ഡ്രൈവർ ഏകദേശം ഉച്ച 4 മണി വരെ വെയിറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയൊരു ഹൈക്കിങ് നടത്തി തിരിച്ചു വരാനുള്ള സമയമുണ്ട്. അപ്പം ഞാൻ ഈ ഗ്രേറ്റ് വോളിൻ്റെ ഒരു എൻഡിൽ നിന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമുക്ക് പതിയെ തുടങ്ങാം. നമ്മളിപ്പോൾ നമ്മുടെ ഗ്രേറ്റ് വോളിൻ്റെ ഒരു ബേസ്മെൻറ്റ് ഏരിയയിലാണ് ഇവിടെ എത്തിയേക്കുന്നത്. ഇവിടെ ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്ററും കുറച്ച് ഷോപ്സും പിന്നെ റിഫ്രഷ് ചെയ്യണമെങ്കിൽ അതിനുള്ള ചെറിയ സംവിധാനങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് വോളിങ്ങനെ കിടക്കുവാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം എത്ര ദൂരേക്കാണെന്ന്. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ ചുറ്റുമുള്ള വ്യൂ ഒക്കെ നോക്കുകയായിരുന്നു. എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ലോകാത്ഭുതം തന്നെയാണ് കേട്ടോ ഈ ഗ്രേറ്റ് വോൾ. കാരണം ഇതിനൊരു എൻഡിങ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അത്ര വലുതാണ്. സോ ഞാൻ ആക്ച്വലി ഓൺ വോയിസ് എടുത്തായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ. പക്ഷെ ഞാൻ ഇപ്പോൾ അതെല്ലാം കളഞ്ഞു, കാരണം കേട്ട് നോക്കി അറിയാം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ പോകുന്നത് 7 വേൾഡ് വണ്ടേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോകാത്ഭുതം തേടിയാണ്. ബീജിങ്ങിലെ ഫേമസ് അട്രാക്ഷൻ, ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള മന്മഥൻ ദി ഗ്രേറ്റ് വോൾ ഓഫ് ചൈന കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ വലിയ വോൾ കണ്ടോ, കിലോമീറ്ററോളം കിടക്കുവാണ്. ഇതാണ് ഗ്രേറ്റ് വോൾ ഓഫ് ചൈന. അപ്പം നമുക്ക് പതുക്കെ അങ്ങോട്ട് കയറാം. ഞാൻ ഓൾറെഡി ഒരു ഹാഫ് വേ ആയി. ബാക്കി മുന്നോട്ട് കയറാം, ബാക്കി കാഴ്ചകൾ കാണാം. ശരിയെന്ന് ആയോ? അപ്പം ഈ പറഞ്ഞ പോലെ ഞാനങ്ങ് നടക്കാൻ ആരംഭിച്ചു. എൻ്റെ ഒരു എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 അവർ മാക്സിമം, അതിനുള്ളിൽ എനിക്ക് തിരിച്ച് എത്തണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു 3 മണിയാകുമ്പോൾ തിരിച്ചെത്താമെന്നാണ് ഡ്രൈവറിനോട് പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴി ഞാൻ കുറേ അധികം ചൈനീസ് ആൾക്കാരെ കണ്ടായിരുന്നു കേട്ടോ. അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവർ മാത്രമല്ല, എങ്ങോട്ട് പോയാലും നമുക്ക് ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളെ കാണാം. എനിക്കറിയത്തില്ല, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടൊരു ഫോറിനായിട്ട് ഫീൽ ചെയ്ത് ഇവിടെ വന്നതിന് ശേഷമാണ്. കാരണം ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ കൂടെ പിക്ചർ എടുത്തോട്ടെ എന്ന് ചോദിക്കും. എന്തോ യൂറോപ്പിലൊന്നും ഇല്ലാത്ത വേറൊരു രീതിയിലുള്ള ഒരു ഏഷ്യൻ ഫ്രണ്ട്നെസ്, ഭയങ്കര ഫ്രണ്ട്ലി ഫീലിംഗ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം അങ്ങനെ നമ്മൾ പതുക്കെ നമ്മുടെ ബേസ്മെൻറ്റിൽ നിന്ന് കയറി മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നില്ല കേട്ടോ. ചിലപ്പം കയറും ഇറങ്ങും, പിന്നെയും കയറും ഇറങ്ങും, അങ്ങനെ കിലോമീറ്ററോളം കിടക്കുന്ന ഒരു ഏരിയ ആണിത്. അപ്പം എത്ര ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻഡിൽ എത്താൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് വരെയെങ്കിലും എത്തണം. ആ ദൂരെ കാണുന്ന അവിടം വരെയെങ്കിലും എനിക്ക് എത്തണം എന്നുള്ളതാണ്. ഇപ്പം നോക്കിയാൽ കാണാം, അവിടുന്ന് താഴേക്ക് ഇറങ്ങി മറ്റൊരു സൈഡിൽ കൂടെ ഈ ഗ്രേറ്റ് വോൾ വേറെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും ഒന്നും എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ മാക്സിമം പറ്റുന്നിടത്തൊക്കെ ഒന്ന് ട്രാവൽ ചെയ്യണം. ഏറ്റവും വലിയ പോയിന്റിൽ ഒന്ന് പോയി നോക്കണം. ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഇവിടുന്ന് നോക്കുമ്പോൾ വ്യൂ അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര അടിപൊളി വ്യൂ ആണ്. നോക്കിയാൽ അറിയാം, അങ്ങ് ആകാശത്തേക്ക് കിടക്കുവാണ്. ഇതൊക്കെ ഇനി കയറണം. അങ്ങനെ ഗ്രേറ്റ് വോളിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം,
ചന്ദ്രനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമിയിലാകെ കാണുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏകൊരു വസ്തുവാണ് ചൈനയിലെ ഗ്രേറ്റ് വാള്. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് 3rd സെഞ്ച്വറി BC ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര പഴയ ഒരു നിർമ്മിതിയാണ്. ആദ്യമായിട്ട് ക്വിൻ ഡൈനാസ്റ്റി ആയിരുന്നു ഇത് തുടങ്ങി വെച്ചത്. അത് കഴിഞ്ഞ് പല ഡൈനാസ്റ്റികൾ ഇത് പിന്നെ റീകൺസ്ട്രക്ട് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് ഇതിൻ്റെ ലെങ്ത് വ്യാപിപ്പിച്ചു. താങ്, സോങ്, യുവാങ്, അങ്ങനെ പല സെക്കൻഡ് ക്വിൻ ഡൈനാസ്റ്റി, അങ്ങനെ പല ഡൈനാസ്റ്റീസൊക്കെ ഇത് പല ഭാഗങ്ങളായിട്ട് പണിതിട്ടുണ്ട്. പക്ഷെ ഇന്ന് കാണുന്ന ഗ്രേറ്റ് വാളിൻ്റെ ഒരു മെജോറിറ്റിയും പണിതേക്കുന്നത് ചൈനയിലെ മിങ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റിയാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിസ്റ്ററി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. യുനെസ്കോയിലെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് കുറേ വർഷങ്ങളായിട്ട് ചൈനയിലെ വൻമതിലുണ്ട്. അതുപോലെ തന്നെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. 3rd സെഞ്ച്വറി BC തൊട്ട് 17th സെഞ്ച്വറി AD വരെ പല കാലങ്ങളിലായിട്ട് പല ആൾക്കാർ പണിത നിർമ്മിതി പല ഭാഗങ്ങളിലായിട്ട് കൂട്ടി യോജിപ്പിച്ചാണ് ഇന്നീ കാണുന്ന വേൾഡ് ഫേമസ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഉണ്ടാക്കിയേക്കുന്നത്. ഇതിന് ഏകദേശം ഒരു 21,000 കിലോമീറ്റർ 21,000 കിലോമീറ്റേഴ്സ് ലെങ്ത് ഉണ്ട്. കയറ്റമാണ്. സ്വർഗത്തിലേക്കുള്ള യാത്ര പോലെയാണ്. എന്നെ ഭയങ്കര എക്സൈറ്റഡ് ആക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പിള്ളേരാണ്. എന്തോരം ചെറിയ പിള്ളേരാണെന്ന് പറയും ഓടി ഈ വോള് കയറി നടക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ കുറേയൊക്കെ അധികം നടന്നു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും മടുത്തു പോകും. പക്ഷേ ഈ ചെറിയ എസ്പെഷ്യലി ചൈനക്കാർക്ക് ഇങ്ങനെ ഓടിച്ചാണ് നടക്കുന്നതിനൊക്കെ ഭയങ്കര കഴിവ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതും ചെറിയ പിള്ളേർ, അവർ ചെറുപ്പം പോലെ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടാണ് നടക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ചൈനീസ് ഭാഷയിലൊരു ചൊല്ലുണ്ട്. അതായത് ഹി ഹു ഹാസ് നെവർ ബീൻ ടു ദ ഗ്രേറ്റ് വാൾ ഈസ് നോട്ട് എ ട്രൂ മാൻ. അതായത് ഗ്രേറ്റ് വാളിൽ ഒരിക്കലെങ്കിലും പോകാത്ത ഒരാൾ ഒരു ശരിയായിട്ടുള്ളൊരു മനുഷ്യനല്ല എന്ന് പറഞ്ഞിട്ട്. കാരണം ശരിക്കും വർത്താണ് കേട്ടോ. ലൈഫിൽ ഒന്നേലും വിസിറ്റ് ചെയ്യേണ്ട ഒരു വണ്ടേഴ്സ് ഓഫ് വേൾഡാണ്. അത്ര അടിപൊളിയാണ്. ഒരിക്കലും കാണേണ്ട ഒരു നിർമ്മിതിയാണ്. അമ്മോ മടുത്തു ഗൈസ്. 2 മണിക്കൂറായിട്ട് ഈ പണ്ടാരം മതിൽ കയറുവാണ്. ഇതിനൊരു അന്ത്യം ഉണ്ടെന്ന് തോന്നില്ല.
പൈസ അവസാനം നമ്മളതിൻ്റെ മുകളിലെത്തി. അങ്ങനെ നമ്മൾ മണിക്കൂറുകളായിട്ട് നടന്ന് ഒരു പരുവായി നമ്മുടെ ഗ്രേറ്റ് വാളിൻ്റെ ഒരു ടോളസ്റ്റ് പോയിന്റിലെത്തി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചൈനയുടെ പല ഭാവങ്ങൾ കാണാൻ പറ്റും. അങ്ങ് ദൂരെയായിട്ട് നിറഞ്ഞു കിടക്കുന്ന പച്ച വിരിച്ച നിരവധി മലകളും ഗ്രേറ്റ് വാളിൻ്റെ തന്നെ പല ഭാഗങ്ങളും അങ്ങ് ദൂരെ ബീജിങ്ങിൻ്റെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും ഒക്കെ കാണാൻ പറ്റും. അടിപൊളി കാഴ്ചയാണ്. ഇനിയും നടന്ന് മുന്നോട്ട് പോകാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പതുക്കെ തിരിച്ച് നടക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് എനിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടിയത്. നമ്മുടെ യോധ സിനിമയിൽ മോഹൻലാൽ കിട്ടിയ പോലെ ഒരു ഉണ്ണിക്കുട്ടൻ. അവനോട്ട് ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. കയറുന്ന അത്രയും പാടില്ല, ഇറങ്ങി വരുമ്പോൾ പിന്നെയും കുറച്ചുകൂടെ ഭംഗിയുണ്ട്. നമുക്ക് താഴെയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാം. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ കയറിപ്പോയപ്പോൾ ഇത്രയും ഭംഗി ആസ്വദിച്ചില്ലായിരുന്നു. ഇപ്പോൾ തിരിച്ചു വരുമ്പം ശരിക്കും ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നു. ശരിക്കും ഈ വൻമതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിലിറ്ററി ഡിഫെൻസിന് വേണ്ടിയാണ് ഇവരുണ്ടാക്കിയത്. പിന്നെ പല മംഗോളിയൻ ഇൻവേഷനൊക്കെ തടയാൻ വേണ്ടി അവരുണ്ടാക്കിയതാണെങ്കിലും അത് കഴിഞ്ഞപ്പോൾ വന്ന പല ഡൈനാസ്റ്റി അവരൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കണ്ട് ഇതിനെ അങ്ങ് വലുതാക്കുമായിരുന്നു. പിന്നെ ഇത് ഒരു പ്ലെയിനായിട്ടുള്ള സ്ഥലമല്ല. അതായത് നാച്ചുറലി ഭൂമിയിലുള്ള എല്ലാ ബാരിയേഴ്സിൻ്റെ മുകളിൽ കൂടി ഇത് പോകുന്നുണ്ട്. അതായത് റിവേഴ്സിൻ്റെ മുകളിലുണ്ട്, മൗണ്ടേഴ്സിൻ്റെ മുകളിലുണ്ട്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടെറൈനിൽ കൂടെയാണ് ഇവർ ഈ വോള് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴത്തെ ഒരു ആർക്കിടെക്ചർ നമ്മൾ അത്രയും ഹ്യൂമൻ എഫേർട്ട് എത്രയൊക്കെയാണെന്ന് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതാണ്. കാരണം അന്ന് ജസ്റ്റ് ഓർക്കുക, എർത്ത് സ്റ്റോണും ബ്രിക്കും എന്നൊക്കെ ലൈക്ക് ഭയങ്കര നോർമലായിട്ടുള്ള വളരെ ബേസിക് സാധനങ്ങൾ വെച്ചിട്ടാണ് അവരിതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രോപ്പർ കോൺക്രീറ്റ് ഒന്നും അല്ല. അതും ഇത്രയും വലിയ ബാരിയേഴ്സൊക്കെ ഓവർകം ചെയ്ത് അവർ ഇത്രയും വലിയൊരു നിർമ്മിതി ഉണ്ടാക്കിയെടുത്തു. ഏകദേശം 22,000 കിലോമീറ്റർ നീളം. അപ്പം അതിൻ്റെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മീറ്റേഴ്സ് വരെ ഉണ്ട് ചിലടത്ത് വീതി, ചിലടത്ത് ഭയങ്കര നാരോ പാസേജും ഉണ്ട്. ഇതിനൊക്കെ ഇടയിലായിട്ട് സെക്യൂരിറ്റി പോസ്റ്റുകളും ടെമ്പിൾ പോലെ തോന്നുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ടെമ്പിളല്ല, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ്. ഏൻഷ്യൻ ചൈനീസ് എംപയറിൻ്റെ സ്ട്രാറ്റജിക് പ്ലാനിങ് എത്രയുണ്ടെന്ന് നമുക്ക് ഈ ഒരു വൻമതിൽ നോക്കിയാൽ മനസ്സിലാവും. അവർ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിരുന്നു, അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ. ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ടവർ ഇവിടെ അവസാനിക്കുകയാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കറിയില്ല ഞാൻ എത്ര നേരമായി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ കാലറീസ് ഞാൻ ബേൺ ചെയ്തിട്ടുണ്ടെന്ന്. സോ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ട് നടന്ന് തന്നെ ഇത് കാണണ്ട. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. പോകുന്ന വഴി നമുക്ക് കാണാം ഇഷ്ടം പോലെ സോവനീർ ഷോപ്പുകളും റെസ്റ്റോറൻറ്റും ഒക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് എൻ്റെ ഡ്രൈവറിനെ വിളിച്ച് നേരെ തിരിച്ച് ബീജിംഗ് സെൻറ്ററിലേക്ക് പോവുകയാണ്. ഇനി ചെന്നിട്ട് വേണം, വേറെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.